സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിന്റെ ഗേറ്റ് തള്ളി തുറന്ന പ്രവർത്തകർ വീടിന്റെ വാതിൽ റീത്ത് വെച്ചു. 3 പോലീസുകാർ മാത്രമായിരുന്നു സുരക്ഷാ ചുമതലയിൽ അവിടെ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് 50 മീറ്റർ അകലെ മാത്രമാണ് ഈ പ്രതിഷേധം അരങ്ങേറിയത്. തിരുവനന്തപുരം സിറ്റിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നേരെ നീണ്ടുപോയ സംഘർഷത്തിനൊടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിലേക്ക് മാറ്റി. ജിബിൻ JB തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഇപ്പോഴെന്താണ് അവസ്ഥ? പ്രതിഷേധക്കാരൊക്കെ മടങ്ങി, കുറച്ചുപേരെ അവിടെ ബാക്കിയുണ്ടല്ലോ. സംഭവസ്ഥലം ശാന്തമാണോ? DCP എത്തിയതിനു ശേഷം എന്താണ് വിവരം? ഇപ്പോൾ സ്ഥലം ശാന്തമാണ്. പക്ഷേ സമാനതകളില്ലാത്ത പ്രതിഷേധവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുമാണ് ഇന്ന് ഈ തൈക്കാട് ഹൗസിന് മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഈ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തൈക്കാട് ഹൗസിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഈ ഗേറ്റിന്റെ ഈ പൂട്ട് തകർത്തുകൊണ്ടാണ് പ്രവർത്തകർ തള്ളിക്കയറുന്നത്. പക്ഷേ ഈ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് വിരലിൽ എണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. 3 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ പ്രതിഷേധം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള യാതൊരുവിധ സൂചിയും പോലീസിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു ഇന്റലിജൻസ് വീഴ്ച കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്ന് പൂർണ്ണമായി പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വളരെ നേരം നീണ്ടുനിന്ന ഒരു സമാനതകളില്ലാത്ത പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നത്. 7:30 കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയത്. 8 മണിയോട് കൂടിയാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത വാഹനവുമായി പോലീസ് വാഹനത്തിന് ഇവിടെ നിന്ന് കടന്നു പോകാൻ സാധിച്ചത്. കാരണം ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ഈ ഗേറ്റ് തകർത്തുകൊണ്ട് ഔദ്യോഗിക വസതിക്ക് അകത്തേക്ക് കയറുകയും വാതിലിന് മുന്നിൽ ആരോഗ്യ വകുപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഒരു റീത്ത് സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ആ റീത്ത് അവിടെ നിന്ന് മാറ്റിയത്. തുടർന്ന് പ്രവർത്തകർ ഈ ഗേറ്റിന് പുറത്തേക്ക് വന്ന് ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ പ്രതിഷേധത്തിനൊടുവിൽ പോലും ആ പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രം അകലെയാണ് ഈ ഔദ്യോഗിക വസതി എന്ന് പറയുന്നത്, തൈക്കാട് ഹൗസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് പോലും പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വീഴ്ചയെ കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞാണ് പോലീസിന്റെ വലിയ സംഘം ഇങ്ങോട്ടേക്ക് എത്തുകയും പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയെങ്കിൽ പോലും പ്രവർത്തകർ കയറാൻ തയ്യാറായില്ല. പലതവണ പോലീസ് വാഹനം പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് പോലീസിനും ഒക്കെ ചെറിയ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ പ്രവർത്തകരുമായി വാഹനം മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ വാഹനത്തിന്റെ ഡോർ പോലും തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് റോഡിൽ കിടന്നുകൊണ്ട് ഈ വാഹനം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ വാഹനം മുന്നോട്ട് പോകാതിരിക്കാൻ റോഡിൽ കിടന്നുകൊണ്ട് പോലും പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോലീസ് ഇപ്പോൾ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. മറ്റു പ്രവർത്തകർ, അതായത് നേമം ഷജീർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടില്ല. അവർ ഈ പ്രവർത്തകരെ ഇറക്കുന്നതിന് വേണ്ടി ജിബിൻ JBയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ ഇരച്ചു കയറി പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.